Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മണി പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്, മണി പ്ലാന്റ് എങ്ങനെയാണ് നല്ല തിക്കായിട്ട് വളർത്താനൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മണി പ്ലാന്റ്. മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ മണി പ്ലാന്റ് എങ്ങനെയാണ് വളർത്തിയത്, എന്തുമേലാണ് വളർത്തുന്നത് എന്നൊക്കെ പലരും കുറേ കമൻറ്റ്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മണി പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് മണി പ്ലാന്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ പീസുകൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാറാണ് പതിവ്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലൊരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ അവളെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവളൊരു വലിയൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ ഒരു മാറ്റവും ഇല്ല, ഒന്നുമില്ല, ഒരു ഇല പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും വളരില്ല. അപ്പോൾ അതാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിത് പ്രൊപ്പഗേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഒരുപാട് ചെടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ കൊണ്ടുപോയി നിങ്ങളിങ്ങനെ വെള്ളത്തിലിടരുത്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചെടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ വേര് വരാനുള്ളത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യണം. കണ്ടല്ലോ, ഇതുപോലെ ചെയ്യണം. കണ്ടോ, ഇവിടെ ഒരു വേര് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഓരോരോ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ വേര് വരാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മണ്ണിൽ നടണമെങ്കിൽ അങ്ങനെയും നടാം. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും അധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതൊരു ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വേര് വരും. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വളർത്താം, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ വളർത്താം. അപ്പോൾ രണ്ടിലായാലും കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലാണ് വളർത്തുന്നതെങ്കിൽ അതിൻ്റെ വളർച്ച കുറച്ച് മണ്ണിനെക്കാട്ടും കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. വെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് വളരൊന്നുമില്ല, കുറച്ച് സമയം എടുത്തിട്ടാണ് വളരുക. പക്ഷെ മണ്ണിലാണെങ്കിൽ പെട്ടെന്ന് വളരും. അപ്പോൾ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇത് വേര് വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ്. ഞാനിവിടെ ഇത് വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചെടിയാണ്. വെള്ളത്തിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു പീസ്, ഇപ്പോൾ ഇതുപോലെ ഒരു പീസ് ഇലയിൽ നിന്നാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇത് ഞാനിതുപോലെ ഒരു പീസ് വെച്ചപ്പോൾ അതിൽ നിന്ന് വേര് വന്ന് പിന്നെ അതിൽ നിന്ന് ഇലകൾ വന്ന് തുടങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മണി പ്ലാന്റിന് പ്രത്യേകിച്ച് പരിചരണം നമുക്ക് ആവശ്യമില്ല. വല്ലപ്പോഴും ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നെ നല്ല ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അതുപോലെ മണി പ്ലാന്റിന് എപ്പോഴും നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിലുള്ള മണി പ്ലാന്റ് ആണെങ്കിൽ വല്ല ആഴ്ചയിൽ 1-2 തവണ മാത്രം, അതും നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ മണ്ണെടുത്ത് നോക്കുക. മണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ
നമ്മുടെ കയ്യിൽ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതായിപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടണില്ല, അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. മറിച്ച് നമ്മൾ മണ്ണിൽ ഒരു നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മണി പ്ലാന്റ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുപ്പികൾ, ജാറുകളിലൊക്കെ നമുക്ക് മണി പ്ലാന്റ് വളർത്താം. അതിന് നമ്മളെ വീട്ടിലുള്ള ഏത് കുപ്പിയിൽ വേണമെങ്കിലും മണി പ്ലാന്റ് വളർത്താം. ഒന്നില്ലെങ്കിൽ ഇതിന് നമുക്ക് നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കോപ്പേഷൻ ആർട്ട് ചെയ്യാം. ഡെക്കോപ്പേഷൻ ആർട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ബോട്ടിൽ എങ്ങനെയാണ് ഡെക്കോപ്പേഷൻ ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലൊരു ജൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ നല്ല ഭംഗിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലോത്തിലൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലൊക്കെ അതുപോലെ നമ്മൾ മണ്ണിൽ മാത്രമല്ല ഇടയ്ക്ക് ഇലകളിലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ റൂട്ട്സുകൾ കാണാൻ പറ്റും, കണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് മരത്തിൻ്റെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ റീപ്പറുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങിക്കാം. എന്നിട്ട് ഞങ്ങളിതൊരു ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഒരു കോണി രൂപത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ആണി വെച്ചിട്ട് ഇവിടെ അത് ഉറപ്പിച്ചു. പിന്നെ പോരാത്തതിന് ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ട് കെട്ടുകയും ചെയ്തിട്ടുണ്ട്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അത് വേണമെന്നില്ല, അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ റീപ്പർ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊക്കെ കയറ് ചുറ്റി കൊടുക്കാം. കയറ് ചുറ്റി കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ ആ കയറുമ്പോൾ ഇങ്ങനെ പിടിച്ച് നിന്നോളും. പക്ഷെ നമുക്ക് പിന്നീട് അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ പിന്നെ കയറൊന്നും കെട്ടിയിട്ടില്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ പടർത്താൻ വേണ്ടി ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മണി പ്ലാന്റ് നല്ല തിക്കായിട്ട് വളരാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ മണി പ്ലാന്റ് വളരുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-3 തണ്ട് ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെ നമുക്ക് നല്ല നല്ല തിക്കായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് 3-4 മുള വന്നിട്ട് നല്ല തിക്കായിട്ടിരിക്കും. കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു വള്ളി പോലെ പോയി ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് 2-3 മുളകളായിട്ട് 2-3 തണ്ടുകളായിട്ട് വരും. നമുക്ക് ഈ മണി പ്ലാന്റ് നമുക്ക് വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റിനെ നമ്മൾ പോത്തോസ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് പോത്തോസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ഒരു ഗോൾഡൻ മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്താം. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.